ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു കിടിലൻ ഡെസേർട്ടുമായിട്ടാണ്. മാംഗോ ശ്രീഖണ്ഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കട്ട തൈര് കൊണ്ടുണ്ടാക്കിയ ഒരു ഡെസേർട്ടിനാണ് ശ്രീഖണ്ഡ് എന്ന് പറയുന്നത്. മാംഗോ ശ്രീഖണ്ഡിനായിട്ടുള്ള മാംഗോ ഇവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ 2 മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് സിബ്ലോക്കുള്ള കവറിലാണെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് വെക്കാം. ഇതെല്ലാം ഒന്ന് ആ കവറിലാക്കിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തൈര് എടുത്തിട്ടുണ്ട്. തൈരിലെ വെള്ളം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇവിടെ കട്ട തൈരാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തൈരും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത മാംഗോ പീസുകളും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇതുള്ളത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നുകൂടെ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ തിക്കായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ശ്രീഖണ്ഡ് സെർവ് ചെയ്യാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ കുറച്ച് മാംഗോ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് അല്ലേ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുക്കാം. അതുപോലെ ഫങ്ഷനിലും ഈ ഒരു ഡെസേർട്ട് ഉൾപ്പെടുത്താം. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.